ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോഴാ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പാഠപുസ്തകത്തിലെ, അതായത് 9ാം ക്ലാസ്സിൻ്റെ മലയാളം പാഠപുസ്തകത്തിൽ പഠിക്കാനുള്ള KP രാമനുണ്ണിയുടെ മനോഹരമായ ഒരു കഥയുണ്ടല്ലോ. ഏതാണ് മക്കളെ അത്? അച്യുതമാമ അല്ലേ? അച്യുതമാമ എന്ന് പറയുന്നൊരു കഥ നമുക്ക് പഠിക്കാനില്ലേ? ഈ കഥാഭാഗം നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്കും പഠിക്കാനുണ്ട്. മുത്തുമണികളെ, ഈ ഒരു കഥാഭാഗം പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരേണ്ടത് ബന്ധങ്ങളുടെ, സ്നേഹത്തിൻ്റെ, നന്മയുടെ, ഒത്തൊരുമയുടെ പാഠങ്ങളാണ്. എൻ്റെ മാഷേ, നമുക്കിപ്പോൾ ഇല്ലാണ്ടാവുന്നത് തന്നെയാ സ്നേഹം, വ്യക്തിബന്ധം, നന്മ, കരുണ, ദയ. ഇതെല്ലാം നമ്മുടെ നിന്ന് വിട്ടുപോയി മാഷേ എന്ന് പറയുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോളാം. ഇന്നത്തെ കാലത്തെ വ്യക്തിബന്ധങ്ങൾക്ക്, രക്തബന്ധങ്ങൾക്ക്, ഹൃദയബന്ധങ്ങൾക്ക് നാം വലിയ വില കൊടുക്കണം, വലിയ പ്രാധാന്യം കൊടുക്കണം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന KP രാമനുണ്ണിയുടെ മനോഹരമായ കഥയാണ്. സമകാലിക ലോകത്തെ ഒട്ടനവധി പ്രസക്തിയുള്ള കഥയാണ് അച്യുതൻ മാമ അല്ലേ? അച്യുതൻ മാമൻ, അച്യുതൻ അമ്മാവൻ, അങ്ങനെയൊക്കെയാണ് അച്യുതൻ മാമ എന്ന് പറയുക. ഓക്കെ, അപ്പം നമുക്ക് കഥ ഓൾറെഡി സ്കൂളിൽ പഠിച്ച കഥയാണ്. എന്നാലും നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഈ കഥ സെറ്റാക്കി അങ്ങ് തീർക്കും. കൂടാതെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും നമ്മൾ പഠിക്കും. ഇതിൻ്റെ വിശദമായ ക്ലാസ് നമ്മുടെ എക്സാം വിന്നർ 9ാം ക്ലാസ്സിൻ്റെ ബാച്ചിലുണ്ട്. അതിൽ ജോയിൻ ചെയ്ത പ്രിയപ്പെട്ട മുത്തുമണികൾക്ക് അതിൽ നിന്നും കിട്ടുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കൃത്യമായി പെട്ടെന്ന് കുറച്ച് സമയം കൊണ്ട് ഈ പാഠഭാഗം ഒന്ന് പഠിച്ചു പോകാം. ഇതിലെ ചോദ്യങ്ങളും പെട്ടെന്ന് പഠിച്ചു പോകാം. നോക്കാം. അച്യുതൻ മാമ. ഇപ്പോൾ KP രാമനുണ്ണിയുടെ മലയാള സാഹിത്യത്തിലെ പ്രശസ്ത എഴുത്തുകാരനായ, ബന്ധങ്ങളുടെ കഥ പറയുന്ന KP രാമനുണ്ണിയുടെ മനോഹരമായ കഥയാണ് അച്യുതൻ മാമ. മക്കളെ, നമുക്ക് നോക്കിയാലോ? യെസ്. അപ്പോൾ നമുക്ക് കവിതയുടെ ആശയത്തിലൂടെ പെട്ടെന്ന് നോക്കി പോകാം. മലയാള സാഹിത്യത്തിൽ ആധുനിക യുഗത്തിൻ്റെ മാറ്റങ്ങൾ ഹൃദയത്തിൽ തൊടുമാറി ആവിഷ്കരിച്ച എഴുത്തുകാരനാണ് ശ്രീ KP രാമനുണ്ണി. അപ്പോൾ ബന്ധങ്ങളുടെ അല്ലെങ്കിൽ സമൂഹത്തിലെ മാറ്റങ്ങളുടെ കാര്യങ്ങളെ ഹൃദയത്തിലേക്ക് ആവാഹിക്കാൻ ഉതകുന്ന തരത്തിൽ എഴുത്തിനെ മാറ്റിമറിച്ച എഴുത്തുകാരനാണ് ആര്? KP രാമനുണ്ണി. തൊഴിലുകളും തൊഴിലിടങ്ങളും മനുഷ്യനെ എത്രത്തോളമാണ് മാറ്റിയതെന്നും മനുഷ്യരുടെ ജീവിതത്തിൽ സ്വന്തങ്ങൾക്കും ബന്ധങ്ങൾക്കുമിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അകലങ്ങളും അവ ജനിപ്പിക്കുന്ന അസ്വാരസ്യങ്ങളും വളരെ ലളിതമായി ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു കഥയാണ് അച്യുതൻ മാമ. അല്ല മക്കളെ, ബന്ധങ്ങളെ ആവിഷ്കരിക്കുകയാണ് അച്യുതൻ മാമ എന്ന കഥയിലൂടെ. നമുക്ക് ഈ സ്ലൈഡിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. സാർ ഇത് പറഞ്ഞു തരും. നിങ്ങൾ ക്ലാസ് മുറിയിൽ ഒരു അധ്യാപകൻ, ഒരു മാഷ് പറയുന്ന പോലെ നിങ്ങളങ്ങ് കേട്ടാൽ മാത്രം മതി. നമുക്ക് എഴുത്തൊന്നും ആവശ്യമൊന്നുമില്ല. സാർ ഇതിൻ്റെ കഥയൊന്ന് ചുരുക്കി പറഞ്ഞുതരാം. എൻ്റെ മക്കളതൊന്ന് നല്ല മനസ്സിരുത്തി ചെവി കൊണ്ട് മെല്ലൊന്ന് കേൾക്കേണ്ട മക്കൾ. ഈ കഥയിലെ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങളാണ് ആര്? അച്യുതൻ മാമയും മാധവനും. അങ്ങനെ തിരക്കേറിയ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് ആര്? മാധവൻ. അങ്ങനെ മാധവൻ രാവിലെ കുളിച്ച് റെഡിയായി ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ വാതിൽ ഒരാൾ സഞ്ചിയും കയ്യിൽ പിടിച്ചുകൊണ്ട് വരികയാണ്. ആരത്? നമ്മുടെ അച്യുതൻ മാമ. അപ്പം അച്യുതൻ മാമക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരുപാട് സമയം അദ്ദേഹം സംസാരിക്കും. അദ്ദേഹം സംസാരിച്ച് നിർത്തേയില്ല. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവും. നിങ്ങളുടെ കുടുംബത്തിൽ ചില കാരണവന്മാരെ കാണുമ്പോൾ, ചില ബന്ധുക്കളെ കാണുമ്പോൾ നിങ്ങൾക്ക് ചൊറിഞ്ഞ് കയറും അല്ലേ? ഇയാൾ എത്ര സമയം സംസാരിക്കുന്നു, തുറന്നാ നിർത്തൂല അല്ലേ? ജോലി ആയില്ലേ, കല്യാണം കഴിക്കണ്ടേ, എൻ്റെ പഠിച്ചിട്ട് ഇടം വരെ ആയി എന്നൊരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന കാരണവന്മാർ തറവാട്ടിൽ കാണൂലേ? അതേപോലത്തെ, എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ സ്നേഹനിധിയായ, ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന പഴയ കാലത്തെ ആൾക്കാരുടെ പ്രതിനിധിയായി ആര് കടന്നു വരികയാണ്? നമ്മുടെ അച്യുതൻ മാമ നമ്മുടെ മാധവൻ്റെ നഗരത്തിലെ, ടൗണിലെ വീടിൻ്റെ വാതിൽ വന്ന് മുട്ടുകയാണ്. അച്യുതൻ മാമയെ കണ്ടപാട് മാധവൻ പറഞ്ഞു, അച്യുതൻ മാമ, എനിക്കിപ്പോൾ സമയമില്ല സംസാരിക്കാൻ, നമുക്ക് വേറെ ദിവസം ആകാമെന്ന് പറഞ്ഞു. മാധവൻ ഓഫീസിലേക്ക് പോയി. മാധവൻ അച്യുതൻ മാമയോട് കാത്തിരിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ മാധവൻ ഓഫീസിലേക്ക് പോയി. അപ്പോൾ ഓഫീസിലെത്തിയപ്പോൾ മാധവൻ ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കുകയാണ്. ചെറുപ്പത്തിൽ തന്നെ എടുത്തുകൊണ്ട് നടന്ന അച്ഛൻ അല്ലെ അച്യുതൻ മാമ, തന്നെ ഉത്സവപ്പറമ്പിലും പൂരത്തിനും കൊണ്ടുപോയി മിഠായികളും കളിപ്പാട്ടങ്ങളും വാങ്ങിത്തന്ന് തന്നെ ഉറക്കിയ അച്യുതൻ മാമയെ മാധവൻ ഓർക്കുന്നു. ഒരു പാട്ടില്ലേ? ചെറുപ്പത്തിലെ നമ്മൾ രണ്ടും മണ്ണുവാരി കളിച്ചതും മറന്നു പോയോ നീ, മറന്നു പോയോ.
അതേപോലെ ചെറുപ്പത്തിൽ താൻ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ എടുത്തു നടന്നതും പൂരത്തിനും ഉത്സവത്തിനും കൊണ്ടുപോയതും മിഠായികളും വർണ്ണ കടലാസുകളും വസ്ത്രങ്ങളും വാങ്ങിത്തന്നതും ഉറക്കിയതുമായ അച്യുതമാമയെ മാധവൻ ഓർക്കുന്നു. അപ്പോഴാണ് വീട്ടിൽ നിന്നും മാധവൻ്റെ ഭാര്യ മാധവനെ വിളിക്കുന്നത്. മനുഷ്യ, അച്യുതമാമ പോയിട്ടോ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പം മാധവൻ സങ്കടമായി. അങ്ങനെ മാധവൻ അച്യുതമാമയോട് പറഞ്ഞു, അടുത്ത ഞായറാഴ്ച എന്നെ കാണാൻ വരണം, ഞാൻ വീട്ടിലുണ്ടാകുന്ന സംസാരിക്കാമെന്ന്. അപ്പം അച്യുതമാമ പറഞ്ഞു, എനിക്ക് വെറുതെ സംസാരിച്ച പോരാ, എനിക്ക് 2 മണിക്കൂർ വേണം. എത്ര മണിക്കൂർ? 2 മണിക്കൂർ സംസാരിക്കണം. അത്രയും ഹൃദയവിശാലമായി എനിക്ക് നിന്നോട് സംസാരിക്കണം പ്രിയപ്പെട്ട മാധവ എന്ന് അച്യുതമാമ പറഞ്ഞു. മാധവൻ ടെൻഷനായി. ദൈവമേ, 2 മണിക്കൂറോ? 2 മണിക്കൂർ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെ മാധവൻ സമ്മതിച്ചു. ഓക്കെ, ശരി, ഞായറാഴ്ച അച്യുതമാമ വന്നോളൂ, വീട്ടിൽ നമുക്ക് സംസാരിക്കാം. അങ്ങനെ ഞായറാഴ്ച അച്യുതമാമ മാധവൻ്റെ വീട്ടിലെത്തി. അപ്പം മാധവൻ എന്ത് ചെയ്തു? മാധവൻ തിരക്കില്ല ആളാ, വെരി ബിസി. മാധവൻ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു, ലാൻഡ് ഫോണൊക്കെ ഊരി വെച്ചു. അങ്ങനെ തന്നെ ബന്ധപ്പെടാനുള്ള എല്ലാ മാർഗവും മാധവൻ ഇല്ലാതാക്കിയിട്ടാണ് അച്യുതമാമിയായിട്ട് സംസാരിക്കുക ഞായറാഴ്ച റെഡിയായി നിൽക്കുന്നത്. അച്യുതമാമിയായിട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്ക് മാധവൻ്റെ കമ്പനിയിൽ നിന്നും ജോലിക്കാർ മാധവൻ്റെ വീട്ടിലെത്തി. ഹേ മാധവ, നിന്നെ വിളിച്ച് കിട്ടുന്നേ ഇല്ല, ഒന്ന് പുറത്തു പോകണം, അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് എന്ന് പറഞ്ഞ് മാധവനെ ജോലിക്കാർ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി. അച്യുതമാമക്ക് സങ്കടമായി. എന്നോട് സംസാരിക്കാൻ പോലും സമയം കണ്ടെത്താൻ പറ്റാത്ത തൻ്റെ ബന്ധുവായ മാധവനെ ഓർത്ത് അച്യുതമാമ സങ്കടപ്പെട്ട് അച്യുതമാമ ഇവിടുന്ന് പോയി. അങ്ങനെ മാധവൻ പുറത്തായിരിക്കുമ്പോൾ മാധവൻ്റെ കയ്യിൽ ഒരു കത്തും ഒരു കവറും കിട്ടുകയാണ്. ആ കത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു, നിനക്കുള്ള ഓഹരിയാണ് ഈ പൈസ, തറവാട് വീട് വിറ്റു, 2 ലക്ഷം രൂപ നിനക്ക് ഞാൻ ഈ കവറിൽ ഇട്ട് തരുന്നു എന്നൊരു കത്തും എഴുതി അച്യുതമാമ പോയി. മാധവൻ അത് വായിച്ചപ്പോൾ മാധവൻ്റെ കണ്ണ് നിറഞ്ഞു. എന്താല്ലേ, പണത്തിന് പിറകെ പോകുന്ന മാധവൻ, തിരക്കിന് പിറകെ പോകുന്ന മാധവൻ. ഇതിനിടയിൽ പണത്തിനും തിരക്കിനും ഒരു പ്രാധാന്യവുമില്ല, വ്യക്തിബന്ധങ്ങൾക്കും ഹൃദയബന്ധങ്ങൾക്കുമാണ് പ്രാധാന്യമെന്ന് തെളിയിപ്പിച്ചുകൊണ്ട് തൻ്റെ പണവും തൻ്റെ സമയമെല്ലാം മാധവന് കൊടുക്കുന്ന അച്യുതമാമ. അപ്പം ഈ കഥ ഇത്രയേ ഉള്ളൂ. കഥ കഴിഞ്ഞു. ഈ കഥയിൽ പറഞ്ഞ് ഇത്ര മാത്രമാണ് മക്കളെ, മനുഷ്യബന്ധങ്ങളുടെ പ്രാധാന്യം. മനുഷ്യൻ പരസ്പരം സ്നേഹിച്ച് കഴിയണം. വ്യക്തിബന്ധങ്ങൾക്കും കുടുംബ ബന്ധങ്ങൾക്കും നാം പ്രാധാന്യം കൊടുക്കണം. നാം ആരെയും ചതിക്കരുത്, ആരെയും പറ്റിക്കരുത്. നമ്മൾ നല്ലൊരു ലിസണർ ആവണം, നല്ല കേൾവിക്കാരാകണം. നമ്മെ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മൾ നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും കൊടുക്കണം. ഇപ്പോൾ വ്യക്തിബന്ധങ്ങളുടെ കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യമാണ് നമ്മുടെ KP രാമനുണ്ണിയുടെ ഏത് കഥയിൽ പറയുന്നത്, നമ്മുടെ അച്യുതമാമയിൽ പറയുന്നത്. ഇനി നമുക്ക് സ്ലൈഡിലെ കുറച്ച് കാര്യങ്ങളൊന്ന് പെട്ടെന്ന് വായിച്ചു പോകാം. വായനക്കാർക്കുള്ളിൽ നഷ്ടപ്പെടുത്തുന്ന സമയത്തെ പറ്റിയുള്ള ബോധം പകർന്നു നൽകുകയാണ് കഥാകാരൻ. നമ്മുടെ സമയം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ബോധിപ്പിക്കുകയാണ് ഈ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് ആര്, നമ്മുടെ പ്രിയപ്പെട്ട കഥാകാരൻ. ഇന്നത്തെ തലമുറയിൽ കുടുംബങ്ങൾ ഒന്നു ചേർന്ന് ഇരിക്കാനോ കുട്ടികളോടൊത്ത് സമയം ചെലവഴിക്കാനോ ആരും സമയം കണ്ടെത്തുന്നില്ല, അല്ലേ? ഇന്നത്തെ തലമുറയിൽ കുട്ടികൾക്കൊപ്പം ഇരിക്കാനോ ഒരുമിച്ച് ഒന്ന് പാചകം ചെയ്യാനോ പുറത്തിറങ്ങാനോ സിനിമ കാണാനോ ആരും സമയം കണ്ടെത്തുന്നില്ല. എല്ലാവരും ഫോൺ ഇങ്ങനെ തോണ്ടിയിരിക്കുകയാണ്. ആധുനിക സമൂഹം ഫോണിൽ തോണ്ടിക്കളിക്കുന്ന പുതിയ സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഈ വരി നോക്കൂ മക്കളെ. ഇന്നത്തെ തലമുറയിൽ കുടുംബങ്ങൾക്ക് ഒന്നു ചേർന്നിരിക്കാനോ കുട്ടികളോടൊത്ത് സമയം ചെലവഴിക്കാനോ ആരും സമയം കണ്ടെത്തുന്നില്ല. കുട്ടികളോട് സംസാരിക്കാൻ, സ്കൂൾ വിട്ട് വരുന്ന മക്കളോട് സംസാരിക്കാൻ പോലും ആർക്കും സമയമില്ല. കുട്ടികൾ ഫോണും നോക്കി കാർട്ടൂൺ നോക്കി, അല്ലേ? ഭീം ഭീം ഭീം, ചോട്ടാ ഭീം എന്ന് കാർട്ടൂൺ കുട്ടികൾ കാണും ചെറുപ്പകാലത്ത്, മാതാപിതാക്കൾ കൊടുക്കും, അല്ലേ? കുഞ്ചിയമ്മയ്ക്കഞ്ചു മക്കളാണേ, അഞ്ചാമനോമന കുഞ്ചുവാണേ, പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു, പഞ്ചാര കുഞ്ചു വന്ന പേരും വന്നു. ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കും. ഈ കുട്ടി വലുതാകുമ്പം PUBG കാണും, അല്ലേ? PUBG കളിക്കും, സിനിമ കാണും, പെസ് കളിക്കും, ഫ്രീ ഫയർ കളിക്കും. എന്നിട്ട് പറയും, അയ്യോ എൻ്റെ മക്കൾ നമ്മളോട് സംസാരിക്കുന്നേ ഇല്ല, വീട്ടിൽ വന്നു കയറിയ ഫുൾ ടൈം ഫോൺ തന്നെയാണ്. ആരാ മക്കൾ ഇങ്ങനെ ഫോൺ ഉപയോഗിക്കാൻ പഠിപ്പിച്ചത്? ആരാ മക്കളെ പരസ്പരം സംസാരിക്കാതിരിക്കാൻ പഠിപ്പിച്ചത്? ആരാണ് മക്കൾക്ക് കുടുംബ ബന്ധത്തിൻ്റെ രക്തബന്ധത്തിൻ്റെ പ്രാധാന്യം പകർന്നു കൊടുക്കാൻ മറന്നത്? നമ്മളല്ലേ, മുതിർന്ന ആൾക്കാരല്ലേ? അപ്പോൾ ഇന്നത്തെ തലമുറയിൽപ്പെട്ട നമുക്ക് പരസ്പരം സംസാരിക്കാനോ വ്യക്തിബന്ധങ്ങൾക്കും കുടുംബ ബന്ധങ്ങൾക്കും പ്രാധാന്യം കൽപ്പിക്കാനോ കഴിയുന്നില്ല. ആ കാലഘട്ടത്തിൻ്റെ അവസ്ഥയാണ് നമ്മുടെ അച്യുതമാമ എന്ന കഥയിലൂടെ KP രാമനുണ്ണി നമ്മോട് പറയുന്നത്. ഒന്നിനും സമയമില്ല. സമയത്തെ കൃത്യമായി അളന്നു തിട്ടപ്പെടുത്തിയിട്ടും സമയം ആർക്കും തികയാതെ വരുന്നു. ആർക്കും സമയം തികയാതെ വരുന്നു മക്കളെ. നഷ്ടപ്പെട്ട തിരികെ കിട്ടാത്തത് സമയം മാത്രമാണ്. ഇപ്പോഴത്തേക്കും ജീവൻ്റെ കാര്യം വിട്, സമയം നമുക്ക് കിട്ടേയില്ല, അല്ലേ? നമുക്ക് തിരിച്ചൊരു പോക്കില്ല സമയത്തിലേക്ക്. ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല.
നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടതാണ്. ഇപ്പോൾ ബന്ധങ്ങൾക്ക് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നാം ഇത്തിരി സമയം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കണമെന്നാണ് ഈ കഥ പറയുന്നത്. തൻ്റെ അച്ഛൻ അവനവന് വേണ്ടി കൂടി സമയമില്ലാതെ ആകുന്നു എന്നാണ് കഥയിലെ യുവജന പ്രതിനിധിയായ നായകൻ പറയുന്നത്. തൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ട ശേഷം തനിക്ക് ബാല്യകാലത്തെ എല്ലാ നല്ല നിമിഷങ്ങളും സമ്മാനിച്ചത് അച്യുതൻ മാമയാണ് എന്ന് മാധവൻ ഓർക്കുന്നു അല്ലേ. തൻ്റെ ബാല്യകാലത്ത് തനിക്ക് അച്ഛൻ മരിച്ചപ്പോഴും തന്നെ കൂട്ടി ചേർത്തിരുത്തിയതും തന്നെ ചേർന്ന് പിടിച്ചതും തന്നെ വളർത്തിയതും പാട്ടുപാടി തന്നതും പൂരങ്ങളിലും ഉത്സവങ്ങളിലും കൊണ്ടുപോയി മിഠായികളും പലഹാരങ്ങളും കളിപ്പാട്ടങ്ങളും വാങ്ങിത്തന്നതും ഈ അച്യുതൻ മാമയാണ്. എന്നിട്ടും വളർന്നു വലുതായി തിരക്കേറിയ ജീവിതത്തിലെത്തുമ്പോൾ അച്യുതൻ മാമയോട് സംസാരിക്കാനോ മിണ്ടുവാനോ ആർക്ക് സമയമില്ല, മാധവന് സമയമില്ല. ഈ മാധവൻ ഇന്നത്തെ കാലത്തെ ആൾക്കാരുടെ പ്രതിനിധിയായി മാറപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ എല്ലാം ഒന്നിൽ നിന്ന് വിശദീകരിച്ച് സംസാരിച്ച് തുടങ്ങുന്ന അച്യുതൻ മാമ 3-4 തവണ തുടർച്ചയായി തന്നെ കാണാൻ വന്നിട്ടും അദ്ദേഹത്തിനായി 1-2 മണിക്കൂർ മാറ്റിവെക്കാൻ മാധവന് ആകുന്നില്ല എന്നതാണ് അല്ലേ. അച്യുത മാമയ്ക്ക് വേണ്ടി 2 മണിക്കൂർ പോലും മാറ്റിവെക്കാൻ ആർക്ക് കഴിയുന്നില്ല? മാധവന് കഴിയുന്നില്ല. മാധവൻ്റെ ബാല്യത്തിൽ അച്യുത മാമ മാറ്റിവെച്ച സമയങ്ങൾ മാത്രമാണ് അയാളുടെ ഇന്നത്തെ നല്ല ഓർമ്മകൾക്ക് കാരണം എന്ന് അയാൾ ഓർക്കുന്നുണ്ട്. അല്ല മക്കളെ, മാധവൻ്റെ ബാല്യത്തിൽ അച്യുത മാമ മാറ്റിവെച്ച സമയങ്ങൾ മാത്രമാണ് അയാളുടെ ഇന്നത്തെ നല്ല ഓർമ്മകൾക്ക് കാരണം. മാധവൻ പറയുകയാണ്, ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ മരിച്ചു പോയപ്പോൾ അച്യുത മാമ എനിക്ക് വേണ്ടി മാറ്റിവെച്ച ആ സമയം മാത്രമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് എന്ന് ആരോർക്കുകയാണ് മക്കളെ? നമ്മുടെ മാധവൻ ഓർക്കുകയാണ്. ആ മാധവൻ്റെ ഓർമ്മയാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. എങ്കിലും തിരക്ക് പിടിച്ച ജീവിതത്തിൽ ആർക്കും വേണ്ടി മാറ്റിവെക്കാൻ അയാൾക്ക് സമയമില്ല. പക്ഷേ മാധവനോ ആർക്കു വേണ്ടി തൻ്റെ സമയം മാറ്റിവെക്കാൻ പറ്റുന്നില്ല. ആരെയും സ്നേഹിക്കാൻ പറ്റുന്നില്ല. പണമുണ്ടാക്കുക, പണത്തിന് പിറകെ സഞ്ചരിക്കുക എന്നൊരു ചിന്ത മാത്രമായി ആർക്ക് മാറിയത്? മാധവന് മാറിയത്. തിരക്കുള്ള ജീവിതത്തിൽ തനിക്ക് കിട്ടിയ സമയം, തന്നെ സ്നേഹിച്ചവരുടെ സമയം അവർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത കഥാപാത്രമായി ആര് മാറുന്നു? മാധവൻ മാറുന്നു. അച്ഛനെ ഒന്നിനും കിട്ടില്ല അമ്മാമേ എന്നുള്ള കുഞ്ഞിൻ്റെ വാക്കിൽ പലതവണ നിരാശ നേരിട്ട് കാത്തിരുന്നു. മുഷിഞ്ഞതിൻ്റെ ഓർമ്മകളും പ്രതിഷേധവും കാണാം. അല്ല മക്കളെ, വരി നോക്കുക. അച്ഛനെ ഒന്നിനും കിട്ടില്ലെന്നാണ് കുഞ്ഞ് പറയണേ അച്യുത മാമയോട്. അച്യുത മാമ പറയുന്ന പോലെ ഒന്നും അച്ഛൻ എന്നിങ്ങനെ നിൽക്കുന്നില്ല കേട്ടാ. അച്ഛനൊന്നും കിട്ടില്ല. അച്ഛൻ എപ്പം തിരക്കാം. എന്നാൽ എന്നെപ്പം കളിക്കാൻ വരൂല, എന്നെ സിനിമക്ക് കൊണ്ടുപോവില്ല. പിന്നെ അച്യുത മാമയ്ക്ക് 2 മണിക്കൂറൊക്കെ അച്ഛൻ തരുമോ എന്ന് ഈ കുഞ്ഞ് ചോദിക്കുക. മാധവൻ്റെ കുഞ്ഞ് അല്ലേ, തൻ്റെ മക്കളോട് പോലും സമയം ചിലവഴിക്കാൻ പറ്റാത്ത ഒരു പിതാവായി, രക്ഷകർത്താവായി, ഗൃഹനാഥനായി ആര് മാറുന്നു? മാധവൻ മാറുന്നു. അതാണ് ആ കുട്ടിയുടെ വാക്കുകളിൽ കാണാൻ സാധിക്കുക. അച്ഛൻ തനിക്ക് പോലും, മകനായി എനിക്ക് പോലും സമയം തരുന്നില്ല എന്ന വാദമാണ് ആ കുട്ടിയിൽ കാണാൻ സാധിക്കുക. ഒപ്പം ഭാര്യയും തൻ്റെ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. ഭാര്യയും തൻ്റെ പ്രതിഷേധം അറിയിക്കുകയാണ്. എനിക്കും കിട്ടുന്ന എൻ്റെ ഭർത്താവിനെ അച്യുത മാമ, നിങ്ങൾക്ക് മാധവൻ 2 മണിക്കൂർ സമയം തരാമെന്ന് പറഞ്ഞല്ലോ, തരില്ല, അദ്ദേഹം തിരക്കിലാണ്. ആ പരാതിയാണ് മക്കളും ഭാര്യയും പറയുന്നത് അച്യുത മാമയോട്, മാധവനെ കുറിച്ചുള്ള പരാതി. ഈ അവസരത്തിൽ തനിക്ക് നഷ്ടമാകുന്ന തൻ്റെ നല്ല സമയങ്ങളെക്കുറിച്ച് ബോധവാൻ ആകുന്നുണ്ട് കഥാനായകൻ. എന്നാൽ കഥാനായകന് മനസ്സിലാവുന്നുണ്ട് തനിക്ക് തിരക്കേറിയ ജീവിതത്തിൽ ആരെയും ശ്രദ്ധിക്കാനോ പരിഗണിക്കാനോ അവർക്ക് വേണ്ട സമയം നൽകുവാനോ സാധിക്കുന്നില്ല എന്ന്. ഈ അവസരത്തിൽ തനിക്ക് നഷ്ടമാകുന്ന നല്ല സമയങ്ങളെക്കുറിച്ച് ബോധവാനാകുന്നുണ്ട് നായകൻ. എങ്കിൽ തന്നെയും അതിനേക്കാൾ ഓർക്കാനുള്ള മറ്റു കാര്യങ്ങളിലേക്ക് വ്യാപരിച്ചു പോവുകയാണ് മാധവൻ. ഒരു മനുഷ്യൻ തനിക്ക് ചുറ്റുമുള്ള മറ്റെല്ലാവരിലേക്കും പടരുകയും തനിക്ക് ചുറ്റുമുള്ളതിനെ കാണാതാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഈ കഥയിലുടനീളം കാണാൻ സാധിക്കുക. എന്നാൽ മാധവൻ തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നില്ല. മറിച്ച് തനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്കാണ് കൂടുതൽ സമയവും ചെലവഴിക്കുന്നത്. ജോലി കാര്യങ്ങൾക്ക് വേണ്ടി, ഓഫീസ് കാര്യങ്ങൾക്ക് വേണ്ടി സമയം ഇങ്ങനെ ചെലവാക്കുകയാണ് മാധവൻ. ഈ മാധവൻ്റെ ഈ പരിശ്രമമാണ്, ഈ ചിന്തയാണ് ആധുനിക മനുഷ്യൻ്റെ പ്രതീതിയായി കടന്നു വരുന്നത്. ഒന്നിനും സമയമില്ലാത്ത ലോകം. സ്നേഹബന്ധങ്ങൾക്കും രക്തബന്ധങ്ങൾക്കും നമ്മളെ സ്നേഹിക്കുന്നവർക്കും വേണ്ടി നമുക്ക് സമയം മാറ്റിവെക്കാനോ അവരെ സ്നേഹിക്കാനോ അവരെ അംഗീകരിക്കുവാനോ സാധിക്കുന്നില്ല. അത്തരത്തിൽ നമ്മൾ ചുരുങ്ങിപ്പോയിരിക്കുന്നു. ഇതാണ് ഈ പറയുന്നത് മാധവൻ്റെ കഥാപാത്രത്തിലൂടെ. വ്യക്തിബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത കഥാപാത്രമായി മാറുന്നു മാധവൻ. ഇത് ആധുനിക കാലത്തെ ഓരോ മനുഷ്യൻ്റെയും പ്രതീകമാണ്. തിരക്ക് പിടിച്ച ജീവിതത്തിൽ തിരക്കിലോടുന്ന മനുഷ്യരുടെ അപ്പോൾ വ്യക്തിബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളെ മറന്നുപോകുന്ന, സ്നേഹിക്കാൻ മറന്നുപോകുന്ന ബന്ധങ്ങളുടെ പ്രതീകമായി മാധവൻ കടന്നു വരുന്നു. ഒടുവിൽ തനിക്ക് വേണ്ടി കണ്ടെത്താൻ കഴിയാത്ത ആ 2 മണിക്കൂറിനോട് യാതൊരു പരാതിയുമില്ലാതെ മടങ്ങുന്ന അമ്മാമ വായനക്കാരൻ്റെ ഉള്ളിൽ വേദന അനുഭവിക്കുകയാണ് അല്ലേ.
തനിക്ക് വേണ്ടി ചെലവഴിക്കാൻ പറ്റാത്ത ആ 2 മണിക്കൂർ, തന്നെ സ്നേഹിക്കാത്ത, തന്നെ അംഗീകരിക്കാത്ത മാധവൻ്റെ ആ പ്രവൃത്തിയോട് യാതൊരു പരാതിയോ പരിഭവമില്ലാതെ സ്നേഹിക്കുന്ന അച്യുതമാമ ഒരു പ്രതീകമാണ്. ഒരു പ്രതീകമല്ല മക്കളെ. 2 മണിക്കൂർ വേണം, നീ എനിക്ക് 2 മണിക്കൂർ തരണമെന്ന് അച്യുതമാമ മാധവനോട് പറഞ്ഞിട്ടും അത് മാധവന് കൊടുക്കാൻ സാധിക്കുന്നില്ല. തിരക്കല്ലേ ലോകത്ത്, തിരക്ക്. നമ്മളൊക്കെ എങ്ങോട്ടാണ് ഈ പോന്നേ? നമ്മൾ എങ്ങോട്ട് ഈ തിരക്കിട്ട് പോന്നേ? ആരും സ്നേഹിക്കാൻ സമയമില്ല, സ്നേഹിച്ചിട്ട് ആരോടും സമയമില്ല. അച്ഛനോട് സ്നേഹിക്കാൻ സമയമില്ല, അമ്മയെ സ്നേഹിക്കാൻ സമയമില്ല, ഭാര്യയും മക്കളെയും സ്നേഹിക്കാൻ സമയമില്ല, സുഹൃത്തിനെ സ്നേഹിക്കാൻ സമയമില്ല, കാമുകനെ സ്നേഹിക്കാൻ സമയമില്ല, നമ്മളെ തന്നെ സ്നേഹിക്കാൻ നമുക്ക് സമയമില്ല. എങ്ങോട്ടാടാ മക്കളെ നമ്മൾ തിരക്ക് പിടിച്ച് പോന്നേ? പണം ഉണ്ടാക്കാനോ? എന്തിനീ പണം? തിന്നണം കുടിക്കാനും മാത്രമുള്ള പണം പോരെ? പിന്നിലെ പണം എന്തിനാ? ചത്ത കൊണ്ടുപോവോ? ഒന്നുമില്ല. എന്നാലും ആ പണത്തിൻ്റെ പിന്നാലെ തിരക്കിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. അവസാനം ഈ ഓട്ടം നമ്മൾ പൂർത്തിയാക്കും, മരണം. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം പുറകോട്ടേക്ക്. നമ്മൾ ഓടിയ കാലങ്ങളൊക്കെ നമ്മൾ ഓടുമ്പോൾ നമ്മുടെ കൂടെ ഓടിയവരെ നമ്മൾ ഓർക്കണം. നമ്മൾ ഓടുമ്പോൾ നമ്മളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചവരെ നമ്മൾ ഓർക്കണം. നമ്മൾ ഓടുമ്പോൾ നമ്മൾ കാണാതെ പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ മുഖം നമ്മൾ ഓർക്കണം. അപ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മുടെ ഓട്ടങ്ങളൊക്കെ വെറുതെയായിരുന്നു എന്ന്. ആധുനിക ലോകത്ത് ബന്ധങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കാതെ കടന്നു പോകുന്ന മനുഷ്യരെ കുറിച്ചുള്ള ഒരു വിമർശനാത്മകമായ എഴുത്താണ് KP രാമനുണ്ണിയുടെ അച്യുതമാമ. ഒരു പരാതിയും പരിഭവവും പറയാതെ, തനിക്ക് വേണ്ടി മാറ്റി നിർത്താത്ത ആ 2 മണിക്കൂറിൽ ഒരു പരാതിയും പറയാതെ അവസാനം മാധവന് 2 ലക്ഷവും ഒരു കത്തും എഴുതി കൊടുത്ത് പോകുന്ന അച്യുതമാമ പഴയ ആൾക്കാരുടെ, സ്വാർത്ഥരല്ലാത്ത സ്നേഹനിധിയായ ആൾക്കാരുടെ പ്രതീകമായി കഥയിൽ മാറുന്നു. ഹൃദയ വിശാലതയുടെ പ്രതീകമായി അച്യുതമാമ മാറുന്നു. മക്കൾ, അച്യുതമാമ കഥാപാത്ര നിരൂപണം, മാധവൻ കഥാപാത്ര നിരൂപണം ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമായിട്ട് ഈ പാഠഭാഗത്തിൽ. ഒപ്പം നമ്മളിൽ ഓരോരുത്തരിലും നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെക്കാത്ത സമയത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ കഥ. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കാത്ത സമയത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കഥ എന്ന് പറയുന്നത്. അല്ല മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കാത്ത ജീവിതം, അങ്ങനെ തിരക്കുള്ള ജീവിതമൊന്നും അല്ലാതെ നമ്മളെ സിമ്പിൾ ജീവിതമാണ്. എല്ലാവരും സ്നേഹിച്ച്, എല്ലാവരെയും സഹായിച്ച്, എല്ലാവരോടൊപ്പം സമയം ചെലവഴിച്ച് സുന്ദരമായി നല്ലൊരു ജീവിതം ആസ്വദിക്കുക എന്ന് നമ്മോട് പറയുന്ന മാധവനും അച്യുതമാമയും പ്രധാന കഥാപാത്രങ്ങളായി ബന്ധങ്ങളുടെ പ്രാധാന്യവും ആധുനിക ലോകത്ത് ഇതേ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കാതെ പോകുന്നവരും തമ്മിലുള്ള ഒരു വ്യത്യാസം കാണിക്കുന്ന മനോഹരമായ സമകാലിക പ്രസക്തിയുള്ള കഥയാണ് KP രാമനുണ്ണിയുടെ ഏതു മക്കളെ അച്യുതമാമ. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ പ്രധാന ചോദ്യോത്തരങ്ങൾ പെട്ടെന്നൊന്ന് പരിചയപ്പെടാം. പിറ്റേന്ന് കാലത്ത് കുളിമുറിയിൽ കടന്നപ്പോഴാണ് അച്യുതൻ മാമയെക്കുറിച്ചുള്ള ചിന്ത പ്രജ്ഞയിൽ പ്രകാശം പാറ്റിയത്. അച്യുതൻ മാമയെക്കുറിച്ച് എന്തെല്ലാം ഓർമ്മകളാണ് കഥാനായകൻ പങ്കുവയ്ക്കുന്നത്? കുറിപ്പ് തയ്യാറാക്കുക മക്കളെ. കുറിപ്പ് തയ്യാറാക്കാൻ ഏതാണ്? അച്യുതൻ മാമയെക്കുറിച്ചുള്ള എന്തെല്ലാം ഓർമ്മകൾ. കഥാനായകനെ അച്യുതൻ മാമയെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. കുറിപ്പ് തയ്യാറാക്കുക. അച്ഛനെ ഓർമ്മയില്ലാത്ത തനിക്ക് അച്ഛൻ്റെ കർത്തവ്യങ്ങൾ മുടങ്ങാതെ നിവർത്തിച്ചു തന്നയാൾ. അതാണ് ആര്? അച്യുതമാമ. ചെറുപ്പത്തിൽ അച്ഛൻ എന്നെ വിട്ടുപോയി അല്ലേ? മേലെ പടിഞ്ഞാറെ സൂര്യൻ, താനെ മറയുന്ന സൂര്യൻ, ഇന്നലെ ഈ തറവാട്ടിൽ തത്തിക്കളിച്ചൊരു പൊൻസൂര്യൻ എന്ന് പറയുന്നത് പോലെ പണ്ട് അച്ഛനെന്നെ വിട്ടുപോയപ്പോൾ സൂര്യനെ പോലെ എന്നെ പ്രകാശിപ്പിച്ചതും എന്നെ ചേർത്തു പിടിച്ചതും ആരാണ് മക്കളെ? അച്ഛനെ ഓർമ്മയില്ലാത്ത കാലഘട്ടത്തെ എനിക്ക് അച്ഛനായി വന്ന അച്യുതമാമയാണെന്ന് ആര് ചിന്തിക്കുന്നു? കുളിമുറിയിൽ വെച്ച് നമ്മുടെ മാധവൻ ചിന്തിക്കുന്നു. ഇന്ന് കാണുന്ന ജീവിതത്തിലേക്ക് അച്ഛൻ്റെ സ്ഥാനത്തു നിന്നും കൈപിടിച്ച് താങ്ങായത് അച്യുതമാമയാണ്. ഇന്ന് കാണുന്ന സുഖ സൗകര്യങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തിയത് മറ്റാരും തന്നെ ആയിരുന്നില്ല, എൻ്റെ പ്രിയപ്പെട്ട അച്യുതമാമയായിരുന്നുവെന്ന് ഇതിലൂടെ മാധവൻ പറയുകയാണ് മക്കളെ. ഈ മാധവൻ്റെ ഈ സ്നേഹനിധിയായ സംസാരമാണ്, ഈ മാധവൻ്റെ ഈ ഓർമ്മകളാണ് ഇവിടെ കാണാൻ സാധിക്കുക. അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചു പോയപ്പോൾ ഈ മാധവനെ ഈ അച്യുതമാമയായിരുന്നു ചേർത്ത് വളർത്തിയതും പൂരങ്ങളിൽ കൊണ്ടുപോയതും മിഠായി വാങ്ങിക്കൊടുത്തതും വളർത്തിയതുമെല്ലാം ഈ ഓർമ്മകൾ ഇവിടെ മാധവൻ ഓർക്കുകയാണ്. ബാല്യത്തിൽ ഉത്സവമേറ്റിയതും താൻ തോളിൽ കയറിയാൽ കുതിരയായി മാറിയും അമ്പലപ്പറമ്പിൽ അമിട്ട് പൊട്ടും പോലെ ചിരിച്ചും തൻ്റെ ബാല്യകാല സന്തോഷങ്ങളിൽ ഒറ്റപ്പെടലിൻ്റെ വാതിലടച്ച് തനിക്ക് കൂട്ടായി തീർന്നതും അച്യുതമാമയാണ് അല്ലേ? പൂരങ്ങളിൽ കൊണ്ടുപോയി, പിന്നെയോ തോളിൽ കയറിയാൽ കുതിര കളിച്ച് അല്ലേ, അങ്ങനെ കുതിര കളിച്ചും ആന കളിക്കും അല്ല, നമ്മൾ
കുതിര കളിക്കും, നമ്മളെ കുട്ടികളൊക്കെ പുറത്ത് കയറ്റിയിട്ട് അതേപോലെ തോളിൽ കയറി അച്യുതമാമൻ തന്നെ കുതിര കളിപ്പിച്ചിട്ടുണ്ട്. പിന്നെയോ അമ്പലപ്പറമ്പിൽ അമിട്ട് പൊട്ടും പോലെ ചിരിച്ചു, നമ്മളെ കലാപമണിച്ചാട്ട് ചിരിക്കുന്ന പോലെ അതേപോലെ അമിട്ട് പൊട്ടും പോലെ തന്നെ മാധവനെ ചിരിപ്പിച്ചുമൊക്കെ ചെറുപ്പകാലത്തെ അച്ഛനില്ലാത്ത ദുഃഖം തന്നെ അറിയിക്കാതെയാണ് ആര് വളർത്തിയത്? ഈ അച്യുതമാമ വളർത്തിയതെന്ന് മാധവൻ ഓർക്കുന്നു. അവരൊറ്റപ്പെടലോ സങ്കടങ്ങളോ ഒന്നും തന്നെ അച്യുതമാമ ആരെ അറിയിച്ചില്ല, മാധവനെ അറിയിച്ചില്ല. ഓണനാളുകൾ ബാല്യകാലത്തിൻ്റെ കുളിരോർമ്മകളാണല്ലോ, അവയ്ക്കെല്ലാം തൻ്റെ ജീവിതത്തിൽ വെളിച്ചം നിറച്ചത് അമ്മാമയാണ് എന്ന ഓർമ്മകൾ കഥാനായകന് നിറയുന്നുണ്ട് അല്ലേ? ഓണത്തിൻ്റെ ദിവസങ്ങളിൽ പോലും ഓണത്തിൻ്റെ സുഗന്ധവും മനോഹാരിതയും സദ്യയുടെ രുചിയുമെല്ലാം തനിക്ക് നൽകിയത് തൻ്റെ അച്യുതമാമയാണെന്ന ഓർമ്മകളും മാധവൻ ഓർക്കുകയാണ്. അമ്മാവൻ്റെ ഭാര്യ മരിച്ചതിനു ശേഷം അമ്മാമ അനുഭവിച്ചു വന്ന ജീവിത ക്ലേശങ്ങളും മക്കളിൽ നിന്ന് ലഭിക്കാതെ പോകുന്ന താങ്ങും തണലും എല്ലാം അമ്മാമ്മയുടെ വരവിലൂടെ മാധവൻ്റെ ഓർമ്മകളിലേക്ക് തെളിയുന്നുണ്ട്. അങ്ങനെ അച്യുതമാമയുടെ ഭാര്യ മരിച്ചപ്പോഴേ ആ സങ്കടത്തിലായിരുന്നു, ദുഃഖത്തിലായിരുന്നു ആര്? അച്യുതമാമ. പക്ഷെ മക്കളും അച്യുതമാമയെ നോക്കിയില്ല. ഇപ്പം എല്ലാവരാലും സ്നേഹം നിഷേധിക്കപ്പെട്ട കഥാപാത്രമായി ആര് മാറുന്നു? അച്യുതമാമ മാറുന്നു. പക്ഷെ എല്ലാവരെയും സ്നേഹിക്കുന്ന കഥാപാത്രമായും അച്യുതമാമ മാറുന്നു. ഇത്തരത്തിൽ തന്നെ തൻ്റെ അച്ഛൻ മരിച്ചു പോയപ്പോൾ തൻ്റെ ബാല്യത്തിൽ തന്നെ എടുത്തു വളർത്തിയ അച്യുതമാമയെ ഓർക്കുകയാണ് മാധവൻ ഈ കഥാഭാഗത്തിലൂടെ ചെയ്യുന്നത്. അടുത്ത ചോദ്യം എന്താ മക്കളെ? നിനക്കതിന് ആവില്ല മാധവ, ഞാൻ കാണുന്നില്ല. അച്യുതമാമ ഇങ്ങനെ പറയാൻ ഇടയായ സാഹചര്യം എന്താവും? കഥാസന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് നിങ്ങളുടെ നിഗമനങ്ങൾ അവതരിപ്പിക്കുക. എന്താണ് ചോദ്യം മക്കളെ? നിനക്കതിന് ആവില്ല മാധവ, നിനക്കാവില്ല മാധവ. ഏതിന്? എന്നെ മനസ്സിലാക്കാനും എനിക്കത് സമയം തരാനും എനിക്കാവില്ല എന്ന് അച്യുതമാമ പറയുകയാണ് മാധവനോട്. ഞാൻ കാണുന്നില്ല. അച്യുതമാമ ഇങ്ങനെ പറയാൻ ഇടയായ സാഹചര്യം എന്താവും? കഥാസന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് നിഗമനങ്ങൾ അവതരിപ്പിക്കുക. നോക്കാം നമുക്ക്. മാധവനെ കാണാൻ പലതവണ അച്യുതമാമ വരികയുണ്ടായി. മാധവനെ കാണാൻ പലതവണ അച്യുതമാമ മാധവൻ്റെ വീട്ടിലെത്തി. അദ്ദേഹത്തിന് വേണ്ടത് മാധവൻ്റെ വെറും 2 മണിക്കൂർ മാത്രമായിരുന്നു. അച്യുതമാമക്ക് പണം വേണ്ട. അച്യുതമാമ വന്നപാട് മാധവൻ എന്താ ചെയ്തേ? കീശയിൽ നിന്ന് പണം എടുത്ത് കൊടുത്തു. പണത്തിന് വന്നാൽ വിചാരിച്ചത്. പക്ഷെ അച്യുതമാമ പറഞ്ഞു എനിക്ക് നിൻ്റെ പണം വേണ്ട. പിന്നെ എന്താ അച്യുതമാമക്ക് വേണ്ടെന്ന് മാധവൻ ചിന്തിച്ചു. അച്യുതമാമ പറയുകയാണ് എനിക്ക് വേണ്ടത് 2 മണിക്കൂറാണ്, നിന്നോട് സംസാരിക്കാനുള്ള വെറും 2 മണിക്കൂർ. പക്ഷെ അത് കൊടുക്കാൻ പോലും മാധവന് കഴിയുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് തൻ്റെ തിരക്കിട്ട ജീവിതത്തിൽ 2 മണിക്കൂറുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു. തൻ്റെ പ്രാഥമിക കാര്യങ്ങൾ വരെ എണ്ണി തിട്ടപ്പെടുത്തി ചെയ്യുന്ന ആളാണ് മാധവൻ. തിരക്കേറിയ ജീവിതത്തിൽ മാധവന് ആ 2 മണിക്കൂർ കൊടുക്കാൻ പോലും കഴിയുന്നില്ല. അത്രയും തിരക്കേറിയ ജീവിതത്തിൽ കഴിയുന്ന ആളായി ആര് മാറുന്നു? മാധവൻ മാറുന്നു. തൻ്റെ ബാക്കി വരുന്ന സമയങ്ങളെല്ലാം മൊബൈൽ എന്ന ചെകുത്താൻ കവർന്നെടുക്കുന്നതായി കഥയിൽ സൂചിപ്പിക്കുന്നുണ്ട് അല്ലേ? മാധവൻ്റെ ബാക്കി വരുന്ന സമയം ആരാ എടുക്കുന്നത്? മൊബൈൽ ഇങ്ങനെ ബാക്കി വരുന്ന സമയം മുഴുവൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ തന്നെ. നമ്മുടെ ജീവിതത്തിൽ കള്ളനില്ലേ? ഒരു കള്ളൻ. നമ്മളെല്ലാവരുടെ ജീവിതത്തിൽ ഒരു കള്ളനുണ്ട്. ആ കള്ളൻ നമ്മുടെ സമയങ്ങളെല്ലാം കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരാ കള്ളൻ? ഇതാണ് ആ കള്ളൻ, നമ്മുടെ മൊബൈൽ ഫോണ്. നമ്മുടെ മൊബൈൽ ഫോണാണ് നമ്മുടെ എല്ലാം കട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ സമയം. അതേപോലെ മാധവൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ബാക്കി വരുന്ന സമയം എന്ത് ചെയ്യുന്നു? മൊബൈൽ ഫോൺ തോണ്ടി കളിക്കുന്നു. മറ്റുള്ളവരോട് സംസാരിക്കാൻ പോലും ആർക്ക് സമയമില്ല? മാധവന് സമയമില്ല. ഒടുവിലൊരു ഞായറാഴ്ച അച്യുതമാമയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു മാധവൻ. ഫോൺ ഓഫാക്കി വെച്ചിട്ടും ലാൻഡ് ഫോണിൻ്റെ കാര്യം ഭാര്യയെ ചട്ടം കെട്ടിയിട്ടും അയാളുടെ തിരക്കുകളിൽ നിന്ന് അയാൾക്ക് ഒഴിയാൻ സാധിച്ചില്ല. ലാൻഡ് ഫോൺ മാറ്റി വെച്ചിട്ടും ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ടും അദ്ദേഹത്തിന് തിരക്കുന്ന അദ്ദേഹം മാറാൻ പറ്റിയോ? ഇല്ല. അദ്ദേഹത്തെ തേടി ആർക്ക് എത്തി? സുഹൃത്തുക്കൾ എത്തി. ഫോൺ മാറ്റി വെച്ചിട്ടും ലാൻഡ് ഫോൺ ഉപയോഗിക്കാതിരുന്നിട്ടും അദ്ദേഹത്തെ തിരക്കിൽ നിന്നും വേർതിരിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തെ തേടി സുഹൃത്തുക്കൾ എത്തുകയാണ്. അപ്പോഴും തനിക്ക് അച്യുതമാമയ്ക്ക് കൊടുക്കാൻ കഴിയാത്ത 2 മണിക്കൂറുകൾ അവിടെ അവശേഷിക്കുകയാണ്. 2 മണിക്കൂറുകൾ പോലും തൻ്റെ അമ്മാമ്മയ്ക്ക് വേണ്ടി മാറ്റിവയ്ക്കാനില്ലാത്ത മാധവൻ ഇന്നത്തെ തലമുറകളുടെ നേർക്കാഴ്ചയാണ്. ആരോടും സംസാരിക്കാൻ സമയമില്ലാതെ ഫുൾ ടൈം ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന ആധുനിക തലമുറകളുടെ പ്രതീകമാണ് മാധവൻ. ഒടുവിൽ തനിക്ക് പറയാനുണ്ടായിരുന്ന കഥകളെല്ലാം 2 വരിയിൽ ഒതുക്കുകയായിരുന്നു അമ്മമ്മ. ഒത്തിരി കാര്യങ്ങൾ ചേർത്തും ഓർത്തും പറയുന്ന പഴയ തലമുറയുടെ പ്രതിനിധിയായ അമ്മാമ്മ ഒടുവിൽ കേൾവിക്കാരില്ലാത്തവർക്ക് മുന്നിൽ തൻ്റെ വാക്കുകൾ ചുരുക്കി ചെറുതാക്കി 2 വരികളിൽ ഒതുക്കുകയായിരുന്നു. അവസാനം തൻ്റെ വാക്കുകൾ 2 വരിയിൽ അച്യുതമാമ ഒതുക്കുകയാണ് അല്ലേ?
തനിക്ക് വേണ്ടി സ്നേഹിക്കാനോ തൻ്റെ ശബ്ദം കേൾക്കുവാനോ തന്നെ കാത്തിരിക്കുവാനോ ആരുമില്ല എന്ന ദുഃഖത്തിൽ അച്യുതമാമ തൻ്റെ സൗണ്ട് അല്ലേ ആരും കേൾപ്പിക്കുന്നില്ല. 2 വരിയിൽ അച്യുതമാമ തൻ്റെ കുറിപ്പുകൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ചോദ്യം എന്താ മക്കളെ? 9 മണിക്ക് തുടങ്ങുന്ന കോൺഫറൻസിനുള്ള ഡാറ്റ ഓഫീസിലെത്തും മുമ്പ് ഞാൻ വിഴുങ്ങേണ്ടതുണ്ട്. ബാല്യത്തിന് ഉത്സവമേറ്റിയ ആ മനുഷ്യൻ ചായ കുടിച്ച് തീരും മുമ്പ് കമ്പനി വണ്ടിയുടെ ഹോർണിൽ കുരുങ്ങി എനിക്ക് ഓഫീസിലേക്ക് പോകേണ്ടിയും വന്നു. സൂചനകൾ ശ്രദ്ധിച്ചുവല്ലോ. കഥാനായകന് കുടുംബ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ പോകുന്നുണ്ടോ? കഥ വിശകലനം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. അല്ലേ, കഥാനായകന് കുടുംബ ബന്ധം കാത്തു സൂക്ഷിക്കാൻ പറ്റാതെ പോകുന്നുണ്ടോ? ഉണ്ട് അല്ലേ. അപ്പം നമ്മുടെ അഭിപ്രായം പറയാനാണ് ചോദ്യം. എന്താണ് അഭിപ്രായം? കഥാനായകന് തൻ്റെ തിരക്കുകളുടെ അതിപ്രസരം മൂലം സ്വന്തം കാര്യങ്ങൾ പോലും കൃത്യമായി ചെയ്യാനോ ജീവിതത്തിൻ്റെ ഒരു നേരങ്ങൾ പോലും ആസ്വദിക്കാനോ കഴിയുന്നില്ല എന്നതിനുള്ള തെളിവുകളാണ് കഥയിലുടനീളം കാണുന്നത്. അല്ലെ, കഥാനായകന് തൻ്റെ തിരക്ക് മൂലം ജീവിതത്തിലെ ഒരു കാര്യം ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. പ്രഭാത ഭക്ഷണം കഴിക്കുകയല്ല, വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അത്രയും പ്രഭാത ഭക്ഷണം ആസ്വദിച്ച് കഴിയാതെ അത് വിഴുങ്ങിയിട്ടാണ് ആര് പോകുന്നത്? നമ്മുടെ കഥാനായകൻ പോകുന്നത്. ഈ വാക്യത്തിൽ നിന്നും തന്നെ അദ്ദേഹത്തിൻ്റെ തിരക്കുകളുടെ ആഴം തിരിച്ചറിയാൻ കഴിയും. കുടുംബാംഗങ്ങൾ ഒന്നിച്ചു ചേരുന്ന ഇടങ്ങളും സമയവുമാണല്ലോ ഭക്ഷണ നേരങ്ങൾ. അവിടെ പോലും രുചി അറിഞ്ഞ് ഭക്ഷണം കഴിക്കാനോ തൻ്റെ ചുറ്റുമുള്ളവരോട് മനസ്സ് തുറക്കാനോ അദ്ദേഹത്തിന് കഴിയുന്നില്ല. തൻ്റെ ചുറ്റുമുള്ളവരോട് മനസ്സ് തുറക്കുമ്പോഴും ആർക്ക് കഴിയുന്നില്ല? നമ്മുടെ മാധവന് കഴിയുന്നില്ല. തൻ്റെ ബാല്യത്തിൻ്റെ സന്തോഷങ്ങളുടെ ആണിക്കല്ലായ തൻ്റെ അമ്മാമ്മ നാളുകൾക്ക് ശേഷം വീട്ടിൽ എത്തിയതാണ്. അദ്ദേഹത്തിനോട് ചേർന്നിരിക്കാനോ കുശലം പറയാനോ അയാൾ സമയം കണ്ടെത്തിയില്ല. അല്ലേ, തൻ്റെ അച്യുതമാമയോട് ചേർന്നിരിക്കാനോ കുശലം പറയാൻ പോലും ആർക്ക് സമയം കണ്ടെത്താൻ കഴിയുന്നില്ല? മാധവന് സമയം കണ്ടെത്താൻ കഴിയുന്നില്ല. നൈമിഷികമായ കുറച്ചു നേരത്തേക്കുള്ള മനുഷ്യ ജീവിതത്തിൽ തൻ്റെ കുടുംബത്തെയോ ചുറ്റുപാടുകളെയോ കാണാനുള്ള കണ്ണുകൾ അയാൾക്കില്ലാതെ പോകുന്നു. അവർക്കൊപ്പമുള്ള നല്ല നിമിഷങ്ങൾ മാത്രമായിരിക്കും ജീവിതത്തിൽ ഒടുവിൽ ബാക്കിയാവുക എന്ന തിരിച്ചറിവ് ആധുനിക സമൂഹത്തിൽ നഷ്ടമായി തുടങ്ങിയിരിക്കുന്നു എന്നതിനുള്ള തിരിച്ചറിവ് നൽകുകയാണ് ഈ കഥ. അല്ലേ, ആധുനിക സമൂഹത്തിൽ ഒരു കഥ പറയുകയാണ്. എന്ത് കഥ? നമ്മുടെ സ്നേഹബന്ധം, നമ്മുടെ വ്യക്തിബന്ധം, നമ്മുടെ നന്മ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ആരോടും സ്നേഹമില്ല എന്ന തിരിച്ചറിവ് കൂടിയാണ് ഈ ഒരു കാലഘട്ടത്തിൽ മാധവൻ എന്ന കഥാപാത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അത്തരത്തിൽ മാധവൻ എന്ന കഥാപാത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുക ഒരു കാര്യം മാത്രമാണ്. എന്താ അറിയാം മക്കളെ? ഇന്നത്തെ കാലത്ത് നമ്മൾ നമ്മുടെ തിരക്കിലേക്ക് മാത്രം ചുരുങ്ങുമ്പോൾ നമ്മുടെ വ്യക്തിബന്ധങ്ങൾക്കും സ്നേഹബന്ധങ്ങൾക്കും പ്രാധാന്യം കൽപ്പിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്നതുകൂടിയാണ് ഈ കഥാഭാഗം നമ്മോട് പറയുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത നിലനിൽക്കുന്നത് പരസ്പരമുള്ള സംസാരത്തിലും കൂടിച്ചേരലിലുമാണ്. എന്നാൽ ഇന്ന് കാണുന്ന അണുകുടുംബങ്ങളിൽ ഇത്തരം സന്ദർഭങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം ലഭിക്കാറുണ്ട്? ചർച്ച ചെയ്ത് പ്രതികരണം രേഖപ്പെടുത്തുക. അല്ലെ, അണുകുടുംബങ്ങളെ കുറിച്ചാണ് ചോദ്യം. എന്താണ് ഈ കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത നിലനിൽക്കുന്നത് പരസ്പരമുള്ള സംസാരത്തിലും കൂടിച്ചെല്ലുമാണ്. എന്നാൽ അണുകുടുംബങ്ങളിൽ ഇത്തരം സന്ദർഭങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്? അണുകുടുംബങ്ങളിൽ ഈ സ്നേഹബന്ധങ്ങൾക്ക് പ്രാധാന്യമുണ്ട് മക്കളെ? നോക്കാം നമുക്ക്. ഇന്നത്തെ കാലത്ത് എല്ലാ കുടുംബങ്ങളും അണുകുടുംബങ്ങളാണ്. അച്ഛൻ, അമ്മ, മക്കൾ എന്നതിൽ ഒതുങ്ങുന്നു ബന്ധങ്ങൾ. അച്ഛനും അമ്മയും വിദ്യാസമ്പന്നരായാണ് എല്ലാ കുടുംബത്തിലും. അതുകൊണ്ട് തന്നെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടിയും കുട്ടികൾക്ക് മികച്ച ജീവിത സാഹചര്യം നൽകുന്നതിനുമായി എല്ലാ മാതാപിതാക്കളും തൊഴിലിടങ്ങളിലേക്കും പോകുന്ന ഈ സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. അല്ലേ, എല്ലാവരും ജീവിതത്തിൽ തൊഴിലിനു വേണ്ടി പണത്തിനു വേണ്ടി പിറകെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരെയും മനസ്സിലാക്കാനോ സ്നേഹിക്കാനോ നമുക്ക് കഴിയുന്നില്ല എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ എല്ലാവരും ദിവസവും തിരക്കിട്ട യാത്രകളിലും അവരുടേതായ പ്രവർത്തന മേഖലകളിലും ആയിരിക്കും അവർ വ്യാപൃതരാവുക. അല്ലേ, അതുകൊണ്ട് തന്നെ എല്ലാവരും അവരുടെ തിരക്കേറിയ ജീവിതത്തിലാണ് കടന്നു പോകുന്നത്. ആർക്കും ആരെയും സ്നേഹിക്കാനോ ആർക്കും ആരെ അംഗീകരിക്കാനോ സമയമില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒറ്റപ്പെട്ട് കഴിയുകയാണ്. തിരക്കുകൾ കൊണ്ട് പരസ്പരം കാണാനോ പരസ്പരം വിശേഷങ്ങൾ പങ്കുവെക്കാനോ സമയം ലഭ്യമായെന്ന് വരില്ല. ഇനി ലഭിക്കുന്ന അധിക സമയങ്ങൾ ഫോണിലും സോഷ്യൽ മീഡിയകളുമായി ചിലവിടുകയായിരിക്കും ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ അത്രയും നമ്മൾ ഫോണിലും സോഷ്യൽ മീഡിയയിൽ ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ അച്യുതമാമ എന്ന കഥ പഠിച്ചു കഴിഞ്ഞു. ഈ അച്യുതമാമ എന്ന കഥ പഠിക്കുമ്പോൾ ഇതിലെ ചോദ്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ആധുനിക കാലത്ത് വ്യക്തിബന്ധങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കാതെ കുടുംബ ബന്ധങ്ങൾക്ക് സ്നേഹബന്ധങ്ങൾക്ക് അച്ഛനോടും അമ്മയോടും കൂടപ്പിറപ്പുകളോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും വേണ്ട സമയം ചെലവഴിക്കാനോ അവരുടെ കാര്യങ്ങൾ കേൾക്കുവാൻ പോലും നമ്മൾ സമയം ചെലവഴിക്കുന്നില്ല.
അതിൻ്റെ കഥാപാത്രമായി പ്രതീകമായി മാധവൻ കടന്നു വരുന്നു. എന്നാൽ എല്ലാവരും സ്നേഹിക്കുന്ന, എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന കഥാപാത്രമായി അച്യുതമാമയും വരുന്നു. ഇന്നത്തെ കാലത്ത് അണുകുടുംബങ്ങൾ കൂടിക്കൂടി വരുമ്പോൾ, കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് മാറി വരുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിക്കാനും പങ്കുവയ്ക്കാനും അവരോടൊപ്പം സമയം ചിലവഴിക്കാനും കഴിയാത്തതിൻ്റെ ആധുനിക കാലത്തിൻ്റെ മൂല്യബോധങ്ങളാണ്, ആധുനിക കാലത്തിൻ്റെ സമകാലിക പ്രസക്തിയാണ് ഇന്നത്തെ കഥയിൽ, നമ്മൾ അച്യുതമാമ എന്ന കഥയിൽ എന്താണ് ആവിഷ്കരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വ്യക്തിബന്ധങ്ങൾക്ക്, നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ ജീവിതം കുറച്ച് മാത്രമേ ഉള്ളൂ അല്ലേ? ഈ 1 മിനിറ്റ് 72 പ്രാവശ്യം അടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയമല്ലേ മൂപ്പര്, ഇത് അടിക്കാണ്ടായാൽ തീർന്ന പ്രശ്നം നമുക്കില്ലോ, എപ്പോൾ വേണമെങ്കിലും നമ്മൾ മരിച്ചു പോകാം. അതുകൊണ്ട് തന്നെ എല്ലാവരെയും സ്നേഹിച്ച്, എല്ലാവരെയും സഹായിച്ച് ഈ ലോകത്ത് നല്ലൊരു ലോകം തീർക്കാൻ, നല്ലൊരു ജീവിതം ആസ്വദിക്കാൻ നമുക്ക് കഴിയണമെന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.